ഹിഡൻ ഡെസ്റ്റിനേഷൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അല്പം ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഞാൻ സംസാരിക്കുന്നതിൽ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും കണ്ടുവരാത്തൊരു കാര്യമാണ് ഈ കൂണെന്ന് പറയുന്നത്, മഷ്റൂം. അപ്പോൾ ഈ മഷ്റൂമിനെ പറ്റിയിട്ട് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഒത്തിരി തരത്തിലുള്ള മഷ്റൂം ഉണ്ട്, കൂണുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കൂണുകളെ ചുറ്റിപ്പറ്റിയ ഒരു ചെറിയ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ, നമ്മളൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. ഹംഗറിയിലുള്ള ഇവർക്ക് കൂണായിട്ട് കുറേ ബന്ധമുണ്ട്. അവർക്ക് കൂണിൻ്റെ വ്യവസായമുണ്ട്. ഈ കൂണ് കൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊന്ന് കണ്ടുപോകാം. ഇയാളുടെ പേര് റോബി എന്നാണ്, ഗ്രഹനാഥനാണ് റോബി. ഭാര്യയാണ് അവിടെ ഉള്ളത് അന്ന, പിന്നെ മകള് നൊയേമി എന്നാണ് മകളുടെ പേര്. ഒരു മകനോടെ ഉണ്ട്. ആളൊരു കാൽപന്ത് കളിക്കാരനാണ്, ഫുട്ബോളറാണ്. അവിടുത്തെ നാഷണൽ ടീമിലേക്ക് എത്തിയിട്ടില്ല, അതിന് തൊട്ട് താഴെയുള്ള ടീമിൽ കളിക്കുന്ന അവിടുത്തെ ക്ലബ്ബുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബുകളിൽ, ഹംഗറിയൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന മാത്യു എന്നാണ് അവൻ്റെ പേര്, മാത്യു. അപ്പോൾ നമുക്ക് ബാക്കിയത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് അന്ന പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പൈസ് മഷ്റൂമാണ്. നല്ല പ്രത്യേക ഒരു മണമുണ്ട് ഇതിന്. നമ്മൾ സ്പൈസുകൾ ഉപയോഗിക്കുന്ന പോലെയാണ്. പിന്നെ ഇതിന് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ഇത് കോസ്റ്റ്ലിയാണ്. അതാണ് ഒരു തരത്തിൽ ഇതിനെ ഷിറ്റ ഗൊംബ എന്നാണ് ഹംഗേറിയനിൽ മഷ്റൂമിന് പറയുന്നത്, കൂണെന്ന് പറയുന്നത്. ഷിറ്റ ഗൊംബ അല്ലെങ്കിൽ ഷിറ്റ മഷ്റൂം എന്നാണ് ഇതിന് പറയുന്നത്. ഈ മഷ്റൂമിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ചിലപ്പോഴൊക്കെ എല്ല് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മാരോ ഉണ്ട്, അത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റാണ്. അതുകൊണ്ടാണ് സ്പൈസ് മഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഇത് ചെറിയ കൂണുകളാണ്. ഇത് ഇത്രേ വളരത്തുള്ളൂ. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ കറി വെക്കാനാണ്. അത് അരിയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിക്കിൾ നാട്ടിലുണ്ടാകത്തില്ലേ, അതുപോലെ ഇവര് വേറൊരു രീതിയിൽ കുപ്പിയിലിട്ട് വെക്കും. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട്, കുറച്ച് വിനാഗറൊക്കെ ഒഴിച്ച്, ചില ഹെർബലൊക്കെ ഇട്ടിട്ട്, എന്നിട്ടത് അവർ കഴിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് വരട്ടിയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടുത്തെ യൂഷ്വലായിട്ട് കിട്ടുന്ന ഒരു കൂണാണ്. ഇതാണ് സാധാരണ നമ്മൾ ഇവിടെ കഴിക്കാറുള്ളത്. ഇത്രേ വളരുന്നു. ഇതിലും വലുതുണ്ട്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുകയും കറി വയ്ക്കുകയും പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇവർ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന ചില വിഭവങ്ങൾ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാം, അതിനിടയ്ക്ക് അവർ പറയും, അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. തുണിയൻ പന്നിയുടെ ഇറച്ചിയാണ്. രണ്ടും ഇട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതുപോലെ എടുത്തിട്ട് നുറുക്കി അത് ഈ ഇറച്ചിയിലേക്കും, ഇതിപ്പോൾ പാകമായി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അതിനകത്തേക്ക് ഇടും. കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ അതിനകത്ത് നമ്മുടെ മല്ലിയില ശരിക്കും ഇതുപോലെ അരിഞ്ഞ് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറേശ്ശെ കൂടെ നമ്മൾ മിക്സ് ചെയ്യും. കുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നത്, കുറച്ച് ബട്ടർ ഈ പാത്രത്തിലേക്ക്, കാരണം ഇത് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് ബട്ടർ ഇതിൻ്റെ അകത്തേക്ക് ഇടും, അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് ആടിൻ്റെ പാലിൽ നിന്നുണ്ടാക്കിയ ചീസ് അതിനകത്തേക്ക് പൊടിച്ചിടുകയാണ്. മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കും. അത് കഴിഞ്ഞിട്ട് അത് ഒരു അവനിലേക്ക് പോകും, ഇവിടെ താഴെയുള്ള. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വായിൽ വെള്ളം വന്നിട്ട് പാടില്ല. ഈ അവൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അവനിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. ഒരു 20-25 മിനിറ്റ് അവനിൽ അത് ഇരുന്നങ്ങ് വേകും. അങ്ങനെ നമ്മുടെ
ആദ്യത്തെ വിഭവം അവനിലായി. ഇനി അവൻ അവിടെ ഇരുന്ന് ഒരു 25 മിനിറ്റ് അങ്ങോട്ട് വേവും. അത് കഴിഞ്ഞപ്പോൾ നമുക്കത് എടുത്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്, പിന്നെ ടേസ്റ്റ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ മഷ്റൂം, അവനിലുള്ള മഷ്റൂം ഒന്ന് നോക്കാം. അത് റെഡിയായി. ഓ, നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുക. എത്ര ഭംഗിയായിട്ടാണ് നോക്കി. ഇനി അതങ്ങ് തിന്നാൽ മതി. ഇതുപോലത്തെ കസേര ചിലപ്പോൾ നാട്ടിൽ ഒരിക്കലും കണ്ടൊന്നുമില്ല, നമുക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് മുഴുവനും മാനിന്റെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കസേരയാണ്. എത്ര കൊമ്പാന്നറിയോ മാനിന്റെ ഒറിജിനൽ. വെറുതെ ആണി അടിച്ച് ഇതെല്ലാം അതുപോലെ തന്നെയാണ്. ഇപ്പോ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ടീപ്പോയി മുഴുവനും മാനിന്റെ കൊമ്പ് കൊണ്ടുള്ളതാ. പലതരത്തിലുള്ള മാനിന്റെ കൊമ്പ്. എത്ര മാനിന്റെ കൊമ്പാന്നറിയോ. അവിടെ ഇരിക്കുന്ന ചെയർ അതും മാനിന്റെ കൊമ്പാണ്. അടുത്തത് നമ്മൾ ഹംഗേറിയനിൽ റാംദോത്ത് ബൊമ്പ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മഷ്റൂം പൊരിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനിയുള്ള വീഡിയോയിൽ കാണാം. ചെറിയ മഷ്റൂമിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞ് വീണ്ടും അവർ പെപ്പറിന്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്, കുരുമുളക് പൊടി. അത് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പിട്ടൊന്ന് തിരുമ്മി വെക്കുക. അത് തന്നെ പരിപാടി. അപ്പോൾ ഏത് ഓയിലും പറ്റും, പക്ഷെ ഇന്നിപ്പോൾ നമുക്കുള്ളത് കോക്കനട്ട് ഓയിലാണ്. അതിനകത്ത് ഇട്ടാണ് വളർത്തുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് എഗ്സ് ആണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇടുക. അതിനകത്തേക്ക് മുട്ടയുടെ മഞ്ഞ ഇട്ടു. അപ്പോൾ അത് 2 ഭാഗമായിട്ടാണ് ചെയ്തത്. ആദ്യം വെള്ളം മാത്രം എടുത്തിട്ട് മഞ്ഞയും കൂടി എടുത്തു. റാംദോത്ത് മഷ്റൂം ഉണ്ടാക്കാനായിട്ടുള്ള അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മുട്ട എടുത്ത് ഇതിനകത്തേക്ക് ഇടുക, ഈ പൊടിയിലേക്ക്. ഈ പൊടി ശരിക്കും നമ്മുടെ ബ്രെഡ്, ഉണങ്ങിയ ബ്രെഡിന്റെ പൊടിയാണ്. പട്ടിയുടെ പേര് കോക്കൂസ് എന്നാണ്, കോക്കനട്ട് എന്നാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സാധനം, ഭയങ്കര വികൃതിയാണ് ആള്. അത് ഈ വീട്ടിലൊരു അംഗം പോലെയാണ്. അപ്പോൾ നമ്മള് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടാണ് അതിന്റെ ലുക്ക്. നല്ല ചൂടാണല്ലോ. ശരിക്കും നമ്മുടെ ചെമ്മീനൊക്കെ ഇതുപോലെ ഇങ്ങനെ വറുത്ത് വെച്ചതിന്റെ ഒരു ടേസ്റ്റ്. നല്ല ചെറിയ ചെമ്മീനല്ല, വലിയ ചെമ്മീൻ മുട്ടയിലിട്ടൊക്കെ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് സൂപ്പറായിട്ടിരിക്കും. ഇത് പാസ്ത ഉപയോഗിച്ച് അവർ കൂടുതൽ കഴിക്കുക. പിന്നെ അതിന് കൂടാതെ റൈസ് ഇടയ്ക്കിടയ്ക്ക് അവരുണ്ടാക്കും. നല്ല ടേസ്റ്റാണ്, വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് എല്ലാത്തിനും. എല്ലാ മഷ്റൂം തന്നെ, പക്ഷെ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ സാധിക്കുന്നവർ ഇതൊക്കെ
മേടിച്ചൊന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാം വെറുതെ ഇരിക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിഥികളൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കുകയെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഗുഹയിലേക്കാണ് പോകുന്നത്. അവിടേക്ക് കയറാൻ അല്പം തണുപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്.